യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്തോത്രം. ഈ ഏർപ്പാട്ടിലെ 2 പേതുരു 2 പത്രോസ് 1-ാം അധികാരം 3-ാം അധ്യായം 2 പത്രോസ് 3-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിച്ചാൽ മലയാളത്തിൽ വായിച്ചു. 2 പത്രോസ് 3-ാം അധ്യായം 2-ാമത്തെ വാക്യം. നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും. എനിക്ക് തെറ്റിയതാണ്. 2 പത്രോസ് 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. പ്രവാചകന്മാർ മുൻപ് അറിഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായുള്ളവൻ തന്നെ കൽപ്പനയിൽ ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2-നാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. പൊതുവാன நிருபத்திலே பேதுரு எழுதுறாரு. ഇവിടെ എന്താണ് വായിക്കുന്നത്? தேவனையும் நம்முடைய கர்த்தராகிய இயேசு கிறிஸ்து அறிகிற அறிவினால் உங்களுக்கு கிருபையும் സമാധാനവും പെരുകട്ടെ. 2 പത്രോസ് 1:2 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. അടുത്ത 3-ാം വചനത്തിൽ சொல்றாரு. 3-ാമത്തെ വാക്യം എന്ത് വായിക്കുന്നു? നമ്മുടെ മഹിമയിനാലും തന്റെ മഹത്വത്താലും കാരുണ്യത്തിനാലും വീര്യത്താലും നമ്മെ അழைத்தவரை വിളിച്ചവന്റെ അറിகிற அறிவினாலே പരിജ്ഞാനത്താൽ ജീവനുക്കും അവന്റെ ദിവ്യശക്തിയും ദേവഭക്തിക്കും ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും അവരുടെ ദിവ്യ വല്ലമയാണത് നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഇച്ഛയിനാൽ ഉലകത്തിற்கு ഉണ്ടാன കേട്ടുക്ക് തപ്പി ദിവ്യ സ്വഭാവത്തിற்கு പങ്കുള്ളവர்களாகும் പൊരുട്ട് ദിവ്യ സ്വഭാവത്തിൽ കൂട്ടാളിയായി തീരുവാൻ മഹാ മേന്മയാന ഇടവരുന്നു. வாக்குதத்தம் அருமையான மேன்மையும் அருமையுமான வாக்குதத்தங்களும் அவைகளினாலே நமக்கு அளிக்கப்பட்டிருக்கிறது. அதோடுകൂടി നമുക്ക് തരുന്നു. நீங்க மலையாள பைபிள்ல நீங்க படிச்சீங்கன்னா உங்களுக்கு வாசிச்சீங்கன்னா உங்களுக்கு தெரியும். 2வது வசனம் 3வது അധ്യായം 4வது അധ്യായം. ഓക്കേ, നമുക്കറിയാം ഈ 2 പത്രോസ് 1-ാം അധ്യായം 2, 3, 4 വാക്യങ്ങളിലാണ് ഇവിടെ നമ്മൾ വായിച്ചിരിക്കുന്നത്. இங்கே வேதம் சொல்றாரு, இச்சையினால் உலகத்துக்கு கேட்டுக்கு தப்பினவர்கள் நாம் உலகத்துக்கு கேட்டுக்கு தப்பினவர்கள். നാം ഈ വചനം കേട്ടിട്ട് നമ്മൾ അവൻ സംശയത്തോടു കൂടിയാണ് നാം ആയിരിക്കുന്നത്. ദിവ്യ സ്വഭാവത്തിற்கு പങ്കുള്ളവர்களாகும் பொருட்டு ദിവ്യ സ്വഭാവത്തിൽ പങ്കുള്ളവരായി. என்ன ദിവ്യ സ്വഭാവം? കർത്താവായ യേശു ക്രിസ്തുവിന്റെ அந்த സ്വഭാവം. എന്താണ് ഇവിടെ ദിവ്യ സ്വഭാവം എന്ന് അർത്ഥമാക്കുന്നത്? ഗുണാതിശയങ്ങൾ. കർത്താവായ യേശു ക്രിസ്തുവിനുള്ളതായിരിക്കുന്ന ആ സ്വഭാവത്തെയാണ് ഇവിടെ നാം വായിക്കുന്നത്. அந்த ഗുണാതിശയങ്ങൾക്ക് നമുക്ക് അതിൽ പങ്കുള്ളവர்களாக നമ്മളെ ദൈവം അയച്ചിരിക്കുന്നു. നമ്മൾ അതിൽ പങ്കുള്ളവരായി തീരുവാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് മേന്മയും അരുമയുமான വാഗ്ദത്തങ്ങളെ ദൈവം നമുക്ക് കൊടുത്തിട്ടുണ്ട്. ദൈവം അതിവാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും അവൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾക്ക് ഒരു വാഗ്ദത്തം ആബ്രഹാമിടത്തിലെ ദൈവൻ വാഗ്ദത്തം பண்ணினார். നമുക്കറിയാം ഇസ്രായേൽ ജനത്തിന് വാഗ്ദത്തം ലഭിക്കുന്നത് അബ്രഹാമിൽ കൂടിയുള്ള വാഗ്ദത്തമാണ് ഇസ്രായേലിന് ലഭിക്കുന്നത്. என்ன வாഗ്ദത്തം എന്ന് சொன்னால் பாலும் தேனும் ஓடுகிற கானான் தேசத்தை நீங்கள் சுதந்திரித்துக் கொள்ளும்படி உங்களுக்கு ஆண்டவர் அந்த വാഗ്ദത്തത്തെ അബ്രഹാമിനോട് ദൈവം എന്താണ് വാഗ്ദത്തം ചെയ്തത്? ഞാൻ നിങ്ങളെ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിൽ ആക്കുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. എന്നാൽ ആ വാഗ്ദത്തത്തെ ലക്ഷ്യമാക്കിയാണ് ഇസ്രായേൽ യാത്ര ചെയ്തത്. അവർ യാത്ര ചെയ്തതാണ്. പാലും തേനും ഓടുகிற കാനാൻ ദേശத்துக்குள்ள പോകவில்லை. അവർ അവിടേക്ക് പോകുവാനാണ് ആഗ്രഹിച്ചത്. വനാന്തരത്തിൽ മരിച്ചുപോയി. എന്നാൽ അവർ യാത്രയുടെ മധ്യത്തിൽ അനേകം പേർ പട്ടുപോയി. എന്നാൽ தேவனுடைய மகிமையினாலும் காரணத்தினாலும் நம்மளை ஒவ்வொருவரையும் இன்றைக்கு நம்மளை இயேசு கிறிஸ்துவின் நாமத்தினாலே நம்மளை அழைத்திருக்கிற தேவனுடைய பிள்ளைகளுக்கு
இப்போது கர்த்தர் இயேசு கிறிஸ்து மூலமாக ஒரு வாக்குத்தத்தத்தை நமக்கு എന്നാൽ கொடுத்தார். ദൈവത്തിന്റെ കൃപയാൽ ദൈവം നമ്മുടെ ആക്കി വെച്ചിരിക്കുന്നത് നമ്മളെ വാഗ്ദത്തം ദൈവം ചെയ്തിട്ടുണ്ട്. ആയതുകൊണ്ടാണ് ദൈവം നമ്മെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. இன்றைக்கு நமக்கு என்ன வாக்குத்தத்தம் கொடுத்திருக்கிறார்? എന്താണ്, ഏത് വാഗ്ദത്തമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്? Lost John chapter 1, John chapter 1 യോഹന്നാൻ 2nd chapter verse 25வது அத்தியாயம். 1 യോഹന്നാൻ 1 യോഹന്നാൻ 2ാം അധ്യായം 25வது 25ാമത്തെ വാക്യം വായിച്ചാട്ടെ. പിതാവ് അവൻ നമുക്ക് തന്ന വാഗ്ദാനം നിത്യജീവൻ തന്നെ. ആ. നിങ്ങൾ തെറ്റിദ്ധരിച്ചവരെ ഓർത്തു ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ആ. நித்திய ஜீவனை அளிப்பேன் என்பதே അവൻ നമുക്ക് തന്നത് വാഗ്ദത്തം. அவர் நமக்கு கொடுத்த செய்த வாக்குத்தத்தம். അവൻ നമുക്ക് തന്ന വാഗ്ദത്തം നിത്യജീവൻ തന്നെ. அப்படிப்பட்ட நித்திய ஜீவமான இந்த பரலோக ராஜ்யத்தை நாம் அடைய போகிறோம் ஒரு காலங்கள். ആ നിത്യരാജ്യത്തിൽ നാം പോകണമെങ്കിൽ நம்ம எல்லாரும் ஒரு நாளைக்கு நித்திய வாழ்வுக்கு கடந்து போவோம். നാം എല്ലാവരും ഈ നിത്യരാജ്യത്തിൽ പോകുവാൻ വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കുക. அதுக்காக நாம் எல்லாரும் அழைக்கப்பட்டிருக்கிறோம். നാം ഇതുകൊണ്ടാണ് നാം എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. நாம் ஏன் சபை கூடி வர வேண்டும்? നാം എല്ലാവരും സഭയിൽ കൂടി വരുന്നു. ஏன் நாம் தேவனை ஆராதிக்க வேண்டும்? നാം ദൈവത്തെ ആരാധിക്കുന്നു. ஏன் கர்த்தருக்காக பரிசுத்தமாய் வாழ வேண்டும்? നാം എല്ലാവരും ഒരു പരിശുദ്ധമായ ജീവിതം നയിക്കുന്നു. காரணம் என்னவென்றால் എന്താണ് അതിന്റെ കാരണം? நாம் பரலோக ராஜ்யத்திற்கு നാം സ്വർഗ്ഗരാജ്യത്തിലേക്ക് കടന്നു പോകാൻ വേണ്ടിയാണ്. நித்திய ஜீவனை நாம் பெற்றுக்கொள்ள போகிறோம். നിത്യജീവന് വേണ്ടിയാണ് നാം ഇതൊക്കെയും ചെയ്യുന്നത്. ஆகையால் நாம் கூடி சபையாக தேவனை ஆராதிக்கிறோம். ആയതുകൊണ്ടാണ് നാം സഭയായി ദൈവത്തെ ആരാധിക്കുന്നത്. வேற ஒரு காரணம் இல்லை. മറ്റൊരു കാരണം ഇതിന്റെ പിന്നിൽ. ஹல்லேலூயா. எத்தனை பேர் விசுவாசிக்கிறீங்க? എത്ര പേർ വിശ്വസിക്കുന്നു? ஆண்டவராகிய இயேசு சீக்கிரம் வருவார். കർത്താവ് വേഗത്തിൽ വരും. நம்முடைய பரிசுத்தமான மனவாட்டி சபையை எடுத்துக்கொள்ள முடியும். മണവാട്ടി സഭയെ അവൻ എടുത്തുകൊള്ളും. நாம் ஆயத்தமா இருக்க வேண்டும். നാം ഒരുക്കമുള്ളവരായിരിക്കണം. அந்த வாக்குத்தத்தத்தை விசுவாசத்தோடு நாம் காத்திருக்கிறோம். ആ വാഗ്ദത്തം വിശ്വാസത്തോടെ നാം കാത്തിരിക്കണം. இந்த வாக்குத்தத்தை பெறப்போகிற நீங்களும் நானும் இந்த உலகத்திலே எப்படி நாம் ஜீவிக்க வேண்டும் என்று அப்போஸ்தலனாகிய பேதுரு நமக்கு അത്ഭുതமான വചനങ്ങൾ കൊടുത്തു. നമുക്കറിയാം ഈ വാഗ്ദത്തം ലഭിക്കണമെങ്കിൽ എങ്ങനെ ജീവിക്കണമെന്ന് അപ്പോസ്തലനായ പത്രോസ് ഈ ലേഖനത്തിലൂടെ പറയുന്നുണ്ട്. பேதுரு மூலமாக பரிசுத்த ஆவியானவர் இந்த விசுவாச மக்களுக்கு எழுதும். പരിശുദ്ധാത്മാവിലാണ് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. என்ன நம்ம எப்படி ஜீவிக்கணும், என்ன நம்ம இடத்துல குறைகள் மாற்றிக்கொள்ள வேண்டும், എதை കൂട്ടിക്കൊள்ள வேண்டும் என்று இங்கே அவர் ഇങ്ങനെ എഴുതുகிறார். നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമുള്ള കുറവുകൾ പരിഹരിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കണമെന്ന് ഈ വാക്യത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. 1 പത്രോസ്. இப்போ வாசிக்கலாம். ഇപ്പൊ വായിക്കാം 5வது வசனம். 2 പത്രോസ് 1:5 വായിച്ചാൽ இப்படி இருக்கிற நீங்கள் 1 പത്രോസ് 1:5 വായിച്ചാൽ ദൈവം വെളിച്ചമാകുന്നു, അവൻ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് ഞങ്ങൾ അറിയിക്കുന്ന ദൂതാകുന്നു. ഞാനേ തെറ്റിപ്പോയി. ഞാൻ യോഹന്നാന്റെ രണ്ട് പത്രോസ് 1:5 വായിച്ചു. അവയാൽ നിങ്ങൾ വായിച്ചേ, ഞാൻ വായിക്കാൻ മലയാളത്തിൽ നീ വായിച്ചത് മറ്റുള്ള എല്ലാവർക്കും വായിച്ചു. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ചു നിങ്ങളുടെ വിശ്വാസത്തോടും